General English, English grammar, types of sentences and interchange of sentences. Rule number 1. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡിക്ലറേഷനെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ് അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഹി പ്ലേസ് പിയാനോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇതൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡിക്ലറേഷനെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ് അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. അപ്പോൾ ഇതൊരു അസേർട്ടീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിളാണ്. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ. ദ സൺ ഷൈൻസ് ബ്രൈറ്റ്ലി. ഇതും ഒരു അസേർട്ടീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിളാണ്. അസേർട്ടീവ് സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലായില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡിക്ലറേഷനെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ് അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഇവിടെ നമ്മൾ അസേർഷൻ ചെയ്യാണ്, അല്ലെങ്കിൽ ഡിക്ലറേഷൻ ചെയ്യാണ്. ഇവിടെ സ്ഥാപിക്കുകയാണ്. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ ഹിയർ. ഇവിടെ നമ്മൾ സ്ഥാപിച്ചെടുക്കുകയാണ് ഇറ്റ് ഈസ് എ ലവ്ലി സീൻ, അതായത് ഇതൊരു മനോഹരമായ സീനാണ് എന്നുള്ളത്. അതുപോലെ മേലെ ഹി പ്ലേസ് പിയാനോ, അവൻ പിയാനോ വായിക്കും എന്നുള്ളതൊരു ഡിക്ലറേഷനാണ്. അടുത്ത് നോക്കാം. റൂൾ നമ്പർ 2. ആജ്ഞ, അപേക്ഷ, അനുവാദം, ആശംസ, ആഗ്രഹം, റിക്വസ്റ്റ്, കമാൻഡ്, എ പീസ് ഓഫ് അഡ്വൈസ് എന്നിവ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളാണ് ഇംപറേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ആജ്ഞ, അപേക്ഷ, അനുവാദം, ആശംസ, ആഗ്രഹം, റിക്വസ്റ്റ്, കമാൻഡ്, എ പീസ് ഓഫ് അഡ്വൈസ് എന്നിവ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളാണ് ഇംപറേറ്റീവ് സെൻറ്റൻസ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ലുക്ക് ബിഫോർ യു ലീപ്പ്. ഇവിടെ ഈ സെൻറ്റൻസ് എന്താണെന്ന്, എന്തിനെയാണ് ഈ സെൻറ്റൻസ് എന്ത് തരത്തിലുള്ള സെൻറ്റൻസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലുക്ക് ബിഫോർ യു ലീപ്പ് ഇതൊരു പീസ് ഓഫ് അഡ്വൈസ് ആയിട്ടാണ്. ഇതൊരു പീസ് ഓഫ് അഡ്വൈസ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഷട്ട് ദ ഡോർ ഈസ് എ ഓർ ആൻ ഡാഷ് സെൻറ്റൻസ്. അപ്പോൾ ഷട്ട് ദ ഡോർ എന്ന് പറയുന്നത് ഒരു കമാൻഡാണ്. നമ്മൾ ഒരു ആജ്ഞയാണ്. ഷട്ട് ദ ഡോർ എന്ന് പറഞ്ഞാൽ ഒരു ആജ്ഞയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. WH വേർഡ്സ് ഓർ ഓക്സിലറി വേർബ്സിൽ ആരംഭിക്കുന്ന ചോദ്യരൂപത്തിലുള്ള സെൻറ്റൻസുകളാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ചോദ്യരൂപത്തിലുള്ള സെൻറ്റൻസുകളാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. അതായത് WH വേർഡ്സ് ഓർ ഓക്സിലറി വേർബ്സിൽ ആരംഭിക്കുന്ന ചോദ്യരൂപത്തിലുള്ള സെൻറ്റൻസുകളാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വേർ ആർ യു ഗോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ വേർ ആർ യു ഗോയിങ് WH വേർഡിലാണ് തുടങ്ങുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഹു ടോട്ട് യു ഗ്രാമർ. ഇവിടെ WH വേർഡ് കൊണ്ട് തുടങ്ങുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ട് തന്നെ ഇതും ഒരു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. റൂൾ നമ്പർ 4. ഒരു വ്യക്തിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഭാവപ്രകടനങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നവയാണ് എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. അപ്പോൾ ഒരു വ്യക്തിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഭാവപ്രകടനങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നവയാണ് എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തൊരു മനോഹരമായ സീൻ എന്നാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് എന്ത് സെൻറ്റൻസിന് എക്സാമ്പിളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊരു എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് ആണ്. ഇവിടെ നമ്മൾ ആശ്ചര്യത്തോടെ
നമ്മൾ പറയുകയാണ് വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. അലാസ് ഹീസ് ഡെഡ്. ഇവിടെ അലാസ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഷോക്ക് നമുക്കുണ്ടാകുന്ന ഷോക്കിനെ പറയാൻ വേണ്ടിയിട്ടാണ് അലാസ് എന്ന വേർഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസാണ്. റൂൾ നമ്പർ 5, രണ്ടിൽ കൂടുതൽ മെയിൻ ക്ലോസുകളോ അടങ്ങിയ വാക്യങ്ങളാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. അപ്പോൾ രണ്ടിൽ കൂടുതലോ മെയിൻ ക്ലോസുകൾ അടങ്ങിയ വാക്യങ്ങളാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. എ ഡാഷ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more മെയിൻ ക്ലോസസ്. അപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ് 2 അതിൽ കൂടുതലോ മെയിൻ ക്ലോസുകൾ കൂടി ചേർന്നുണ്ടാകുന്ന വാക്യങ്ങളെ കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ ആൻസർ കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് മെയിൻ ക്ലോസ് പ്ലസ് മെയിൻ ക്ലോസ് കോമ്പൗണ്ട് സെൻറ്റൻസ്, മെയിൻ ക്ലോസ് പ്ലസ് സബോർഡിനേറ്റ് ക്ലോസ് കോംപ്ലക്സ് സെൻറ്റൻസ്. അപ്പോൾ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് കോംപ്ലക്സ് സെൻറ്റൻസ്. 2 മെയിൻ ക്ലോസുകൾ തമ്മിൽ കൂടിച്ചേർന്നൊരു വാക്യം ഉണ്ടാകുമ്പോൾ അതിന് പറയുന്ന ആ സെൻറ്റൻസിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. അടുത്ത റൂൾ നമ്പർ 6, ഹാവിങ്, ബീയിങ് തുടങ്ങിയ ING വെർബ്. ഇപ്പോൾ ING വെർബിനെ പറയുന്നത് ജെറണ്ട് എന്നാണ്. ഹാവിങ്, ബീയിങ് തുടങ്ങിയ ING വെർബിൽ ജെറണ്ടിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകൾ സിമ്പിൾ സെൻറ്റൻസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ING വെർബിൽ അതായത് ജെറണ്ടിൽ തുടങ്ങുന്ന സെൻറ്റൻസുകൾ സിമ്പിൾ സെൻറ്റൻസിന് ഉദാഹരണങ്ങളാണ്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. As you are already here and you can surely do the work. Convert into a simple sentence. As you are already here and you can surely do the work. ഇതൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. ഇതിനെ സിമ്പിൾ സെൻറ്റൻസ് ആക്കി മാറ്റണമെങ്കിൽ തുടക്കം നമ്മൾ ഇവിടെ പറഞ്ഞു. ഹാവിങ്, ബീയിങ് തുടങ്ങിയ ING വെർബ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിൾ സെൻറ്റൻസായി മാറും. ഇപ്പോൾ കൺവേർട്ട് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ബീയിങ് ഹിയർ ഓൾറെഡി, യു ക്യാൻ ഷുവർലി ഡു ദ വർക്ക്. ഇവിടെ ആസ് യു ഓൾറെഡി ഹിയർ എന്നുള്ളതിന് പകരമായിട്ട് ബീയിങ് ഹിയർ ഓൾറെഡി, യു ക്യാൻ ഷുവർലി ഡു ദ വർക്ക് എന്ന് നമ്മൾ കൊടുത്തപ്പോൾ ഈ സെൻറ്റൻസ് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് മാറി. ഡ്യൂ ടു, ഇൻ സ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ടു, എനഫ്, അസ്, ആഫ്റ്റർ തുടങ്ങിയ വാക്കുകൾ സിമ്പിൾ സെൻറ്റൻസിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് ആണോ ഒരു സെൻറ്റൻസ് സിമ്പിൾ സെൻറ്റൻസ് ആണോ എന്ന് മനസ്സിലാക്കാൻ ഈ വാക്കുകളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഡ്യൂ ടു, ഇൻ സ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ടു, എനഫ്, അസ്, ആഫ്റ്റർ തുടങ്ങിയ വാക്കുകൾ സിമ്പിൾ സെൻറ്റൻസിനെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ഹീ ഈസ് നോട്ട് ഓൺലി ലേസി ബട്ട് ആൾസോ ഇൻഡിഫറൻറ്റ്. ഇവിടെ ഇതൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. 2 മെയിൻ ക്ലോസുകളാണ് ഉള്ളത്. ഇവിടെ 2 മെയിൻ ക്ലോസിനെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആണ്. അപ്പോൾ ഹീ ഈസ് നോട്ട് ഓൺലി ലേസി ബട്ട് ഓൾസോ ഇൻഡിഫറൻറ്റ്. ഇതൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. ഇതിനെ സിമ്പിൾ സെൻറ്റൻസ് ആക്കി മാറ്റുമ്പോൾ ബിസൈഡ്സ് ബീയിങ് ലേസി ഹീ ഈസ് ഇൻഡിഫറൻറ്റ്. അപ്പോൾ ബിസൈഡ്സ് ബീയിങ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഈ കോമ്പൗണ്ട് സെൻറ്റൻസ് സിമ്പിൾ സെൻറ്റൻസായി മാറുകയാണ്. ബിസൈഡ്സ് ബീയിങ് ലേസി ഹീ ഈസ് ഇൻഡിഫറൻറ്റ്. റൂൾ നമ്പർ 7, പൂർണ്ണമായ അർത്ഥമുള്ള ഒരു വാക്യഭാഗം മെയിൻ ക്ലോസ് മാത്രമുള്ള സെൻറ്റൻസുകളാണ് സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ പൂർണ്ണമായ അർത്ഥമുള്ള ഒരു വാക്യഭാഗം,
ഒരൊറ്റ മെയിൻ ക്ലോസ് മാത്രമുള്ള സെൻറ്റൻസുകളാണ് സിമ്പിൾ സെൻറ്റൻസ്. അങ്ങനെയുള്ള സെൻറ്റൻസുകൾ സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. ഇത് പൂർണ്ണമായിട്ടുള്ള അർത്ഥമുള്ള ഒരു വാക്യഭാഗമാണ്. ഇവിടെ ഒറ്റ മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. Barking dog seldom bite is an example for simple sentence. She is a teacher. ഇവിടെ പൂർണ്ണമായിട്ട് അർത്ഥമുള്ള ഒരൊറ്റ വാക്യമാണ്. ഇതും സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഷീ ഈസ് എ ടീച്ചർ. അടുത്ത് നോക്കാം. റൂൾ നമ്പർ 8. പൂർണ്ണമായ അർത്ഥമുള്ള രണ്ടോ അതിൽ കൂടുതൽ മെയിൻ ക്ലോസുകൾ ഉള്ള വാക്യങ്ങളാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പൂർണ്ണമായ അർത്ഥമുള്ള രണ്ടോ അതിൽ കൂടുതൽ മെയിൻ ക്ലോസുകൾ ഉള്ള വാക്യങ്ങളാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹീ ഈസ് വെരി സ്ട്രോങ് ആൻഡ് ക്യാൻ ലിഫ്റ്റ് എ ട്രക്ക്. ഇവിടെ ആൻഡ് എന്ന വാക്കുകൊണ്ടാണ് ഈ രണ്ട് മെയിൻ ക്ലോസുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. അപ്പോൾ പൂർണ്ണമായ അർത്ഥമുള്ള രണ്ടോ അതിൽ കൂടുതലോ മെയിൻ ക്ലോസുകളുള്ള വാക്യങ്ങളാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആൻഡ്, ഓർ, ബട്ട്, സോ എന്നിവ കോമ്പൗണ്ട് സെൻറ്റൻസിനെ സൂചിപ്പിക്കുന്നു. ആൻഡ്, ബട്ട്, ഓർ, സോ എന്നിവ കോമ്പൗണ്ട് സെൻറ്റൻസിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വി മസ്റ്റ് ഈറ്റ് ഓർ വി കനോട്ട് ലിവ്. ഇവിടെ ഓർ എന്നുള്ള വാക്കുകൊണ്ടാണ് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത്. വി മസ്റ്റ് ഈറ്റ് ഓർ വി കനോട്ട് ലിവ്. അതുകൊണ്ട് ഇതൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. റൂൾ നമ്പർ 9. പൂർണ്ണ അർത്ഥമുള്ള ഒരു ക്ലോസും ഒന്നിൽ കൂടുതൽ സബ് ക്ലോസുകളോ ഉള്ള സെൻറ്റൻസുകളാണ് കോംപ്ലക്സ് സെൻറ്റൻസ്. അപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസ് പറയുമ്പോൾ പൂർണ്ണമായ അർത്ഥമുള്ള ഒരു മെയിൻ ക്ലോസ്, ഒന്നിൽ കൂടുതലോ സബ് ക്ലോസുകളോ ഉള്ള സെൻറ്റൻസുകളാണ് കോംപ്ലക്സ് സെൻറ്റൻസ്. എക്സാമ്പിൾ ഉണ്ട്. Which one is an example for complex sentence? He is too tired to walk. If you don't work hard, you cannot succeed. Walk quickly or you will not reach the bus stop on time. Taking his umbrella, he went out. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ബി ആണ്. If you don't work hard, you cannot succeed. ഇവിടെ ഒരു മെയിൻ ക്ലോസും ഒരു സബ് ക്ലോസുമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇഫ് വരുന്ന ഭാഗം സബ് ക്ലോസുകളായിരിക്കും. അതേപോലെ മറ്റേ ഭാഗം ഇത് മെയിൻ ക്ലോസും. അപ്പോൾ ഇതൊരു മെയിൻ ക്ലോസ് പ്ലസ് സബ് ക്ലോസ് കോംപ്ലക്സ് സെൻറ്റൻസിന് എക്സാമ്പിളാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എ, അതായത് ഇതിലെ ഓപ്ഷൻ എ, ഹി ഈസ് ടു ടയർഡ് ടു വാക്ക്. ഇവിടെ ടു ആണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ രണ്ട് വാക്കുകൾ കണക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വാക്കുകൾ സിമ്പിൾ സെൻറ്റൻസായി മാറും. അതുകൊണ്ട് ടു ഈ സിമ്പിൾ സെൻറ്റൻസിനെ സൂചിപ്പിക്കുന്നു. പിന്നെ ഓപ്ഷൻ ബി, വാക്ക് ക്വിക്കലി. ഓപ്ഷൻ സി, വാക്ക് ക്വിക്കലി ഓർ യു വിൽ നോട്ട് റീച്ച് ദ ബസ് സ്റ്റോപ്പ് ഓൺ ടൈം. ഇവിടെ വാക്ക് ക്വിക്കലി, യു വിൽ നോട്ട് റീച്ച് ദ ബസ് സ്റ്റോപ്പ് ഓൺ ടൈം മെയിൻ ക്ലോസ് പ്ലസ് മെയിൻ ക്ലോസ് ആണ്. അതുകൊണ്ട് ഇതൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. ഇതൊരു മെയിൻ ക്ലോസ് പ്ലസ് മെയിൻ ക്ലോസ് ആയതുകൊണ്ട്
ഓറുണ്ട്, അതുകൊണ്ട് ഇതൊരു കോമ്പൗണ്ട് സെൻറ്റൻസാണ്. ഓർന്ന് വന്നു കഴിഞ്ഞാൽ രണ്ട് മെയിൻ ക്ലോസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു കോമ്പൗണ്ട് സെൻറ്റൻസ്. അടുത്ത ഓപ്ഷൻ ഡി, ടേക്കിംഗ് എന്ന ജെറണ്ടിൽ, അതായത് ING പ്ലസ് വെർബ്. ജെറണ്ട് എന്ന് പറയുമ്പോൾ ING പ്ലസ് വെർബാണ്. ടേക്കിംഗ് എന്ന ജെറണ്ടിൽ സെൻറ്റൻസ് ആരംഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇതൊരു സിമ്പിൾ സെൻറ്റൻസാണ്. ഇവിടെ ജെറണ്ടിലാണിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ സെൻറ്റൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ജെറണ്ടിൽ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാക്യങ്ങൾ സിമ്പിൾ സെൻറ്റൻസിന് എക്സാമ്പിളാണ്. അടുത്തത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആയിട്ടുള്ള ഓപ്ഷൻ ബി. ഒരു സെൻറ്റൻസിൽ ഇഫ് ചേർന്ന് വരുന്ന ഭാഗം സബോർഡിനേറ്റ് ക്ലോസും രണ്ടാമത്തെ ഭാഗം മെയിൻ ക്ലോസും, സബോർഡിനേറ്റ് പ്ലസ് മെയിൻ ക്ലോസ് ഈസ് ഈക്വൽ ടു കോംപ്ലക്സ് സെൻറ്റൻസ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രയോഗം. ബിക്കോസ്, ദോ, വെൻ, സോ, ദാറ്റ്. ബിക്കോസ്, ദോ, വെൻ, സോ, ദാറ്റ്, ഇഫ്, ഹു, വിച്ച്, വാട്ട്, etc. ഇതൊക്കെ ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സെൻറ്റൻസിനെ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ബിക്കോസ്, ദോ, വെൻ, സോ, ദാറ്റ്, ഇഫ്, ഹു, വിച്ച്, വാട്ട് എന്നിവ വന്നു കഴിഞ്ഞാൽ ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസിനെയാണ് സൂചിപ്പിക്കുക. അതായത് ഒരു മെയിൻ ക്ലോസും ഒന്നിൽ കൂടുതലോ സബ് ക്ലോസും വരുമ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസുകളായിട്ട് മാറും. അടുത്ത് നോക്കാം. റൂൾ നമ്പർ 10. സിമ്പിൾ സെൻറ്റൻസിനെ കോമ്പൗണ്ട് സെൻറ്റൻസുകളിലേക്ക് മാറ്റുമ്പോൾ ആൻഡ്, ബട്ട്, സോ തുടങ്ങിയ കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസ് ആവാനുള്ള കണ്ടീഷൻസാണ് ആൻഡ്, ബട്ട്, സോ തുടങ്ങിയ കൺജങ്ഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിട്ട് മാറും. സെൻറ്റൻസ് കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിട്ട് മാറും. ഇപ്പോൾ ബീയിങ് ടയേർഡ്, he fell asleep. This sentence when changed into the compound form becomes he was tired and fell asleep. ഇതാണ് ആൻസർ. ഇവിടെ ഒരു രണ്ട് മെയിൻ ക്ലോസുകളെ ആൻഡ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ സിമ്പിൾ സെൻറ്റൻസ് ബീയിങ് ടയേർഡ് ജെറണ്ടിൽ തുടങ്ങുന്ന ഈ സിമ്പിൾ സെൻറ്റൻസ് ആൻഡ് എന്ന് കൊടുത്തതോടുകൂടി ഹി വാസ് ടയേർഡ് ആൻഡ് ഫെൽ അസ്ലീപ്പ് ഇതൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിട്ട് മാറി. അടുത്ത് നോക്കാം. നോ, നോട്ട് എന്നിവ ചേർന്ന് വരുന്ന സെൻറ്റൻസുകളാണ് നെഗറ്റീവ് സെൻറ്റൻസ്. നമുക്കറിയാവുന്ന കാര്യമാണ്. നോ, നോട്ട് എന്നിവ ചേർന്ന് വരുന്ന സെൻറ്റൻസുകളാണ് നെഗറ്റീവ് സെൻറ്റൻസ്. ഇവിടെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഹി സോ ദ ഫിലിം, ചേഞ്ച് ടു നെഗറ്റീവ്. അപ്പോൾ ആൻസർ എ ആണ്. ഷീ ഡിഡിൻ സീ ദ ഫിലിം. ഷീ സോ ദ ഫിലിം. ഇവിടെ ഷീ സോ ദ ഫിലിം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഹി സോ ദ ഫിലിം അതിനെ ഡിഡ് പ്ലസ് നോട്ട് കൊണ്ട് ഇവിടെ നോട്ട് ആഡ് ചെയ്തതുകൊണ്ട് ഡിഡ് പ്ലസ് നോട്ട് ആഡ് ചെയ്തതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറി. അങ്ങനെ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറി. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഡിഡ് വരുമ്പോൾ
ഡിഡ് വന്നതും കൊണ്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഉണ്ട് ഡിഡ് നോട്ട് സീ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സി. ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ സോ എന്നാണ് ഉള്ളത്. ഡിഡ് വരുമ്പോൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നെഗറ്റീവ് നോട്ട് ഉപയോഗിച്ചതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറി. അടുത്ത് നോക്കാം. ഓക്സിലറി വെർബിനൊപ്പം നോട്ട് ചേർത്ത് ഒരു സാധാരണ സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാം. അപ്പോൾ ഓക്സിലറി വെർബിനൊപ്പം നോട്ട് ചേർത്ത് ഒരു സാധാരണ സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാം. ഓക്സിലറി വെർബ് ഇല്ലാത്ത സെൻറ്റൻസുകളിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡു, ഡസ്, ഡിഡ് എന്നിവ ഓക്സിലറി വെർബായി ഉപയോഗിക്കുന്നു. ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല. ഇവിടെ സോ എന്നുള്ളത് ഇവിടെ ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ട് ഡിഡ് പ്ലസ് നോട്ട് ആഡ് ചെയ്തതാണ്. ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ ഈസ്, ആർ, വാസ് എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയുള്ള ഓക്സിലറി വെർബ് ഇതിലില്ല. അതുകൊണ്ട് ഡിഡ് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ചേർത്തു. അങ്ങനെ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറി. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഓക്സിലറി വെർബിനൊപ്പം നോട്ട് ചേർത്ത് ഒരു സാധാരണ സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കി മാറ്റാം. ഓക്സിലറി വെർബ് ഇല്ലാത്ത സെൻറ്റൻസുകളിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡു, ഡസ്, ഡിഡ് എന്നിവ ഓക്സിലറി വെർബ് ആയി ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ നോക്കാം.